ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ള വിപ്ലവങ്ങൾ, അതിലിപ്പോൾ സമകാലികമായി ജനങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് മുല്ലപ്പൂ വിപ്ലവം പോലെയുള്ള ഒന്ന് തന്നെയാണ്. അവിടെയും ഒരു ചെറിയ തുടക്കമായിരുന്നു പിന്നീട് ആളിപ്പടർന്നത് എന്നതാണ്. ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിലും അല്ലെങ്കിൽ നേപ്പാളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾ, അവിടെയും ജൻസികൾ എന്നതാണ്. സജിത്ത്, ഇവിടെ ഈ ജൻസി പ്രക്ഷോഭങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാതെ വയ്യ. ഒന്ന്, ശക്തമായ ഭരണകൂടമോ സേനാ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരം പ്രതിഷേധങ്ങൾ വിജയിച്ചിട്ടുള്ളത്. അതേസമയം ജനാധിപത്യപരമായൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അതിൻ്റെ സാധ്യതകളുണ്ട്. നമുക്ക് TVK തന്നെ ഉദാഹരണമായി കാണാം. ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിച്ച ആം ആദ്മി നേതാവ് കൂടിയാണ്. ആം ആദ്മി പാർട്ടിയുടെ ഒരു രൂപീകരണം നമുക്കറിയാം. പിന്നീട് ഡൽഹിയും പഞ്ചാബും ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തിനേറെ പറയുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം ഒരു പൂക്കി മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിൽ യുവാക്കൾ ചർച്ച ചെയ്യുന്നു. മറ്റെല്ലാത്തിനും അപ്പുറം അദ്ദേഹത്തിൻ്റെ ഒരു മാനറിസം ആണ് അവരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്നതാണ് ഏറ്റവും കൗതുകകരം. അപ്പോൾ പുതിയ തലമുറ എന്നത് നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇപ്പോൾ തന്നെ ഒരു വകുപ്പ് വയോജന വകുപ്പ് എന്ന് തീരുമാനിക്കുന്നത്, അതായത് ഒരു ഭാഗത്ത് വയോജനങ്ങളും മറുഭാഗത്ത് പുതിയ ജനങ്ങളും, അതായത് ന്യൂ ജനറേഷനും ഉള്ള കേരളമാണ്. മിഡിലിൽ പെടുന്ന ആളുകൾ കേരളത്തിലില്ല. അപ്പോൾ അവരുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഇനിയും കണക്കിലെടുക്കേണ്ടതായി വരും. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്താണെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വിഷയം കുറച്ചുകൂടി ചർച്ച ചെയ്യേണ്ടതായി വരുന്നത്. ഒരു പക്ഷേ സൂചിപ്പിക്കുന്ന പോലെ അവർക്ക് കൃത്യമായൊരു രാഷ്ട്രീയ ധാരണയില്ലെങ്കിൽ അതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നമുക്ക് വിശദമായി വരുമ്പോൾ, അതായത് കോർക്കോട്സ് പാർട്ടി ഒരു ജൻസി വിപ്ലവമാണോ എന്ന ചോദ്യത്തിന് തന്നെ പരിശോധിക്കപ്പെടാം. ജൻസി വിപ്ലവമാണോ എന്ന് ചോദിച്ചാൽ സമാന്തരമായ ഒരു ജൻസി വിപ്ലവം എന്ന് വേണം നമുക്ക് വിളിക്കാം. പക്ഷേ ആ വിപ്ലവം മറ്റു രാജ്യങ്ങളിൽ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ കണ്ടതുപോലെയുള്ള ഒരു നീക്കമല്ല. നമ്മുടെ രാജ്യം ഒരു കൃത്യമായ ജനാധിപത്യ സംവിധാനമുള്ളതാണ്. കൃത്യമായ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംവിധാനമാണ്. ഭരണകൂടങ്ങൾക്ക് കൃത്യമായ സുതാര്യ സ്വഭാവങ്ങൾ ഉള്ളതാണ്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാ ഭരണകൂടങ്ങൾക്കും തിരുത്തപ്പെടേണ്ടതായ ചില കാര്യങ്ങളുണ്ടാവാം. അതല്ലെങ്കിൽ ആ ഭരണകൂടം യുവതയുടെ അഡ്രസ്സ് ചെയ്യുന്ന നിലപാടുകൾ എടുക്കുന്നില്ലാതെ വരാം. ഈ പാർട്ടിയുടെ ഈ മൂവ്മെന്റിന്റെ തുടക്കം തന്നെ ഉണ്ടാവുന്നതാണ്. യുവാക്കളെ അപഹസിച്ചു എന്ന തോന്നലിൽ നിന്നും അവർക്കുണ്ടാവുന്ന ഒരു വികാര പ്രകടനമാണ്. പലതരത്തിലുള്ള മുന്നോട്ട് പോക്കലുകളും അവരുണ്ട്. അപ്പോൾ ഇത് നൽകുന്ന ഒരു സൂചനയുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ, ഭരണകൂടങ്ങൾ യുവതയെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല. പെട്രോൾ ഡീസൽ വിലവർദ്ധനം അടക്കമുള്ള വിഷയങ്ങളിൽ അവർക്കൊരു പക്ഷേ നിലപാടുണ്ടാവാം. ഇതൊക്കെ ചോദ്യം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന തരത്തിൽ കൂടിയാവാം ഇതിനെ രൂപപ്പെടുക. നേരിട്ട് ഇത് ആ രീതിയിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ മറ്റ് അയൽ രാജ്യങ്ങളിൽ നടന്ന ജൻസി വിപ്ലവവുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല കോക്രോച്ച് പാർട്ടി. അതായത് ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിയുന്ന ശേഷിയോ അത്തരം നീക്കങ്ങളോ അത്തരം ഒരു കൺസോൾട്ടേഷനോ ഇതിനുണ്ടായിട്ടില്ല. ഒരു സംഘടിത രൂപമില്ല. ഇതിനെ നയിക്കാൻ കൃത്യമായ ഒരു വ്യക്തിയില്ല. ഒരു സംഘടനാ സ്വഭാവവുമില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇത് യുവതയുടെ ഒരു പക്ഷേ ആഗ്രഹപ്രകടനമാവാം, അല്ലെങ്കിൽ അവരുടെ പ്രതികരണ ശേഷിയുടെ പുതിയൊരു തരത്തിലുള്ള നീക്കമാവാം. അങ്ങനെയാണ് ഇതിനെ കാണേണ്ടി വരിക എന്ന് തോന്നുന്നു. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരുമ്പോൾ, ഈ മൂവ്മെൻറ്റിൻ്റെ ഭാവി എന്ത്, നമുക്ക് ആ പോയിന്റിലേക്ക് പിന്നീട് വരാം. അതിനു മുമ്പ് ഈ പാർട്ടിയോട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള നിലപാട് നമ്മൾ പലപ്പോഴും അറിയാം. കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ് ഇവർ വിളിക്കുന്നത്. പക്ഷേ ഇതിനെ പാർട്ടി എന്നതിനപ്പുറം ഒരു മൂവ്മെൻറ്റ് അങ്ങനെ വിളിക്കാം. ഇതിന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്താണ്? മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇതിൽ നിലപാടെടുത്തിരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. ഇപ്പോൾ ചില മുഖ്യധാര പാർട്ടികളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒക്കെ മുൻനിര നേതാക്കൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് ഉണ്ട്. ഭാഗമാവുക എന്ന് വെച്ചാൽ ഈ പേജ് ഫോളോ ചെയ്തു, അതാണ് സംഭവം. അല്ലെങ്കിൽ ഇതിനോട് അനുകൂലമായ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ബാക്കി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത്. അവിടെയാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവരാണ് ഇതിന് പിന്നിൽ എന്ന BJPയും ഔദ്യോഗിക തലത്തിലല്ല, അല്ലാതെ ചില BJP നേതാക്കളൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ ഇതിന് പിന്നിൽ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുമാണ് എന്നൊരു ആക്ഷേപം മുന്നോട്ട് വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ നേരിട്ടുള്ള പങ്കാളിത്തമൊന്നും ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് വിശദമായി നമുക്ക് വരാം അതിലേക്ക് മുമ്പ്. എന്തായാലും ഇത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് വളരെ ജാഗ്രതയോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആദ്യ ഗുണഭോക്താവ് ഒരു പക്ഷേ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളാവും ഇതിൻ്റെ ഗുണഭോക്താക്കളാവുക. കാരണം ഇവരുടെ ആദ്യം ചോദ്യം ചെയ്ത് ഭരണകൂടങ്ങൾക്കെതിരെയാണ്. സ്വാഭാവികമായും നിലവിലുള്ള സംവിധാനങ്ങൾ, സർക്കാരിൻ്റെ നയപരിപാടികളൊക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് വേണ്ടി ഇവർ സംസാരിക്കുന്നു എന്ന തോന്നലൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുവിൽ അവർക്ക് മുന്നിൽ ഒരു തിരുത്തൽ ശക്തിയാവാനുള്ള സാധ്യത ഇത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അപ്പോൾ പൊതുവിൽ ജാഗ്രതയോടെ വിഷയത്തിൽ നിലപാടെടുക്കുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്.
ഇനി ഇത് ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാണോ എന്ന ചോദ്യം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭീഷണി തന്നെയാണ്. കാരണം തിരുത്തേണ്ടി വരും പല കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രതയുള്ള നിലപാടുകൾ എടുക്കേണ്ടി വരും എന്നതാണ് പ്രധാനപ്പെട്ടത്. അതിനപ്പുറം ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ കഴിയുന്ന ശേഷിയോ പ്രഹരശേഷിയോ ഒന്നും ഉണ്ടാവുന്നതായ ഒരു നീക്കമായി ഇത് മാറിയിട്ടില്ല എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഇതിന് പിന്നിൽ അരവിന്ദ് കെജ്രിവാളാണോ എന്ന ചോദ്യമാണ്. നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഉദയം. അരവിന്ദ് കെജ്രിവാൾ ഒരു കറപ്ഷനെതിരായ ഒരു മൂവ്മെൻറ്റുമായി വന്നതാണ്. ജൻ ലോക്പാൽ പോലെയുള്ള വലിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. പിന്നീട് അത് രാഷ്ട്രീയ പാർട്ടി സ്വഭാവത്തിലേക്ക് വന്നതാണ്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം അന്ന് ഇത്തരമൊരു മൂവ്മെൻറ്റാണ്. സമാനമായ ഒരു മൂവ്മെൻറ്റ് ആണ് ഇവിടെയും സംഭവിക്കുന്നത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളോ ആം ആദ്മി പാർട്ടിയോ ആണ് ഈ മൂവ്മെൻറ്റിൽ എന്ന് നമുക്ക് നേരിട്ട് പറയാവുന്ന തെളിവുകളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ സ്ഥാപകൻ മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയയുടെ വക്താവായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തകനായിരുന്നു എന്ന കാര്യം കൂടിയാണ്. അപ്പോൾ ഒരുപക്ഷേ ഇത്തരം ജെൻസി മൂവ്മെൻറ്റ് താല്പര്യങ്ങളുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ തന്നെയായി ഇത് രൂപപ്പെടുന്നു എന്നതാണ്. അതിനപ്പം ആം ആദ്മി പാർട്ടിയാണ് ഇതിന് പിന്നിൽ എന്ന പ്രചരണത്തിൽ ഒരു കഴമ്പും നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു സാഹചര്യം അതാണ്. മറ്റൊന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോക്രോച്ച് പാർട്ടി നൽകുന്ന മുന്നറിയിപ്പ് എന്നതാണ്. മുന്നറിയിപ്പ് മറ്റൊന്നുമല്ല, അത് തിരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിന് ഒരു യുവതയ്ക്ക് മറ്റു ചില വികാരങ്ങളുണ്ട്, അതിനെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള നയപരിപാടികളും മറ്റും മുന്നോട്ട് വെക്കണം. ഒന്ന്, പരീക്ഷകളിലെ തട്ടിപ്പ്, ചോദ്യപേപ്പർ ചോർച്ച പോലെയുള്ള വിഷയങ്ങൾ ഞങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങളാണ്. അതിനെ ഏറ്റവും നിസാരവൽക്കരിച്ചുകൊണ്ട് നിലപാടെടുക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ ഈ വിഷയത്തിൽ നിലപാടെടുക്കണം. തൊഴിലില്ലായ്മ ഇപ്പോഴും രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങളതിനെ അഡ്രസ്സ് ചെയ്യണം, സ്വാഭാവികമായ നിലപാടെടുക്കണം. യുവതയോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാവണം, അത്തരം നിലപാടുകൾ ഉണ്ടാവണം. ഇങ്ങനെ പൊതുവായ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങൾ. മറ്റൊന്ന് അഴിമതിയാണ്. അഴിമതി വിഷയങ്ങളടക്കം ഇവർ മുന്നോട്ട് വയ്ക്കുന്ന നീക്കങ്ങളാണ്. ഇതിനൊരു സംഘടന രൂപതുമില്ല. എന്തായാലും ഇവർ നൽകുന്ന മുന്നറിയിപ്പിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇനിയൊരു കാര്യം, ഈ മുന്നറിയിപ്പിൻ്റെ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാവി എന്താ എന്നതാണ്. നമുക്ക് മുന്നിലറിയാം, ഇത്തരം മൂവ്മെൻറ്റുകൾക്കൊന്നും സംഘടിത രൂപമില്ലാതെ ഏറെക്കാലം നിലനിന്ന ചരിത്രമില്ല. അതുകൊണ്ട് ഇതുമൊരു മൂവ്മെൻ്റാണ്, ഇതൊരു ട്രെൻഡാണ്, പക്ഷേ ഒരു തിരുത്തൽ ശേഷിയാണ്. ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ എന്ന സാധ്യത ഇതിനൊക്കെ ഇടമായി മാറുന്നുണ്ട്. രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ നിർണ്ണയിക്കുന്നതിൽ ഡിജിറ്റൽ മൂവ്മെൻറ്റുകൾക്ക് വലിയ പ്രസക്തമുണ്ട്. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ പ്രഹരശേഷി ഉണ്ടായിരുന്നു പല ഡിജിറ്റൽ മൂവ്മെൻറ്റുകൾക്കും സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്കും ആശയ സംവാദത്തിനും അടക്കം. സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികളുടെ നയപരിപാടികളെ, തെരഞ്ഞെടുപ്പുകളെയൊക്കെ സ്വാധീനിക്കാൻ ഇത്തരം സോഷ്യൽ മീഡിയകൾക്കും ഡിജിറ്റൽ മൂവ്മെൻറ്റുകൾക്കും കഴിയുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഇത്തരം ചർച്ചകൾ, ഇത്തരം മൂവ്മെൻറ്റുകൾ ഇനിയും ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കാം. പക്ഷേ ഇതൊരു ബദൽ മൂവ്മെൻറ്റ് ആ തരത്തിൽ തിരുത്തൽ ശേഷിയാകും. അതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറാനോ അതല്ലെങ്കിൽ പുതിയൊരു സംഘടിത രൂപം കൈവരുത്താനോ ഒരു സംഘടനയായി മാറാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് നമുക്ക് പറയാം. കാരണം ഇതൊരു സോഷ്യൽ മീഡിയ മൂവ്മെൻ്റാണ്. ആ രീതിയിൽ ആണ് ഇതിനെ കാണേണ്ടി വരികയും ചെയ്യുന്നത്. എന്തായാലും ഇതൊരു തിരുത്തൽ സ്വഭാവമുള്ള നീക്കമായി തന്നെ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കോക്രോച്ച് പാർട്ടി, ജനതാ പാർട്ടി എന്നതിനെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ കാണുന്നത്. സ്വാഭാവികമായി അതിൻ്റെ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാവാം. കേരളത്തിലടക്കം അതിൻ്റെ ബ്രാഞ്ചുകൾ രൂപപ്പെടുന്നു. സോഷ്യൽ മീഡിയയിൽ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നു, വിവിധ വിഷയങ്ങളിലുള്ള അഭിപ്രായം പറയുന്നു. ഇതൊക്കെയാണിപ്പോൾ മുന്നോട്ട് നടക്കുന്ന നീക്കം. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ റീച്ച് ദിനം ദിനം വർദ്ധിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. യെസ്, തീർച്ചയായും സജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പൊതുപരിസരം എന്നത് മാറുകയാണ്, കാലം മാറുകയാണ്. പുതിയ തലമുറ അത് ചുറ്റുപാടുമുള്ളതിനെ അനുഭവിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ അവർ ഡിജിറ്റൽ ലോകത്ത് നിന്ന്, സോഷ്യൽ മീഡിയയിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്നതാണ് വസ്തുത. ഒരു പക്ഷേ ഇപ്പോൾ 30 അതിനു മുകളിലോ പ്രായമുള്ള ഒരു ജനത എങ്ങനെയാണോ നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തെ നോക്കിക്കണ്ടിരുന്നത്, അനുഭവിച്ചറിഞ്ഞിരുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായാണ് അതിനുശേഷമുള്ള തലമുറ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അവരുടെ ചിന്താഗതികളിൽ ഉൾപ്പെടെ മാറ്റങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികളും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായി വരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. യുവാക്കൾക്ക് പറയാനുള്ളത് കേൾക്കേണ്ടതുണ്ട്. അതിനൊക്കെ അപ്പുറത്തിതാ കേരളത്തിൽ പോലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ യുവാക്കളുടെ ഒരു വലിയ പ്രാതിനിധ്യം, യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നിയമസഭയിൽ നടന്നതൊരു യുവജനോത്സവമാണ്, ഒരു പ്രവേശനോത്സവം തന്നെ എന്ന് തന്നെ പറയാം. കാരണം അത്രയധികം പുതുമുഖങ്ങൾ, ചെറുപ്പക്കാർ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തുന്നു. ഒപ്പം സമൂഹത്തിലെ വലിയൊരു വിഭാഗം മുതിർന്ന പൗരന്മാരും ഈ യുവതലമുറയെ അംഗീകരിക്കുകയും അവർക്കിടം നൽകൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് യുവാക്കൾക്ക് കൂടുതൽ പറയാനുള്ള പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയകളിൽ സജീവമാകുന്നത്, അവർ ഡിജിറ്റൽ ലോകത്ത് അവരുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൊഴിലില്ലായ്മയാകട്ടെ, വിലക്കയറ്റമാകട്ടെ,
മറ്റ് യുവാക്കളെ നേരിടുന്ന പരീക്ഷകൾ, പഠന സമ്പ്രദായങ്ങൾ ഒക്കെ അവർ ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊരു പ്ലാറ്റ്ഫോമിലാണ് എങ്കിൽ ആ പ്ലാറ്റ്ഫോമിന് ഉൾക്കൊള്ളേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഇടങ്ങളായി സോഷ്യൽ മീഡിയകൾ മാറുന്നു എന്ന് മാത്രവുമല്ല, അവിടെ വലിയ തോതിലുള്ള ആൾക്കൂട്ടം രൂപപ്പെടുന്നു എന്നതുകൂടി രാഷ്ട്രീയ പാർട്ടികൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് നമ്മുടെ രാജ്യത്തെയോ നമ്മുടെ ഭരണ സംവിധാനത്തെയോ ഒന്നും ബാധിക്കുന്ന ഒന്നായി കണക്കാക്കാൻ പറ്റില്ല. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു ഭരണകൂട സംവിധാനം തന്നെയാണ് നമുക്ക് ഇപ്പോഴുമുള്ളത്. പക്ഷേ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമായി ഇത്തരം മൂവ്മെന്റുകൾ മാറുകയും ചെയ്യുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.